നമ്മുടെ ചുന്ദരിപ്പെണ്ണ് വിടലാണെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കും, ഒരു കാരണവശാലും ഞാൻ വിട്ടുകൊടുക്കില്ല. ഞാൻ സെയ്റ്റാന്റെ മകളാണ്, മാത്രമല്ല ആർക്കും എന്നെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല. മരണം വരെ ഞാൻ പോരാടുന്നു പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ ആ ജൈന്റിന്റെ അടുത്തേക്ക് വരും. ആ ജൈന്റ് ആണെങ്കിൽ അവളെ പിടിച്ചു വലിച്ച് അങ്ങനെ അറഞ്ചം പുറഞ്ചം തല്ലി താഴെയിടുകയാണ്. ഇത് കാണുമ്പോൾ കാണികൾക്കും ആങ്കറിനും ഒരുപാട് വിഷമം തോന്നും. നമുക്ക് ഇത്രയും വലിയ പ്രതീക്ഷ തന്നത്, നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരുന്ന സെയ്റ്റാന്റെ മകൾ വിടൽ അവൾ തോറ്റുപോകുമോ? ഈ ഒരു ജയന്റ് മാനുമായിട്ട് അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലേ? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആങ്കർ ചോദിക്കുന്ന അതേസമയം നമ്മുടെ വിടൽ ചുന്ദരിപ്പെണ്ണ് അവളാണെങ്കിൽ എഴുന്നേൽക്കുകയാണ്. എന്റെ മരണം വരെ ഞാൻ പോരാടും, ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് അവൾ വീണ്ടും അവന്റെ നേർക്ക് വരും. അങ്ങനെ വീണ്ടും അവർ രണ്ടുപേരും ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഒരു ജയന്റ് മാൻ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ വിടലിനെ ഇടിച്ച് മുകളിലേക്ക് ഉയർത്തി രണ്ട് കൈയും ചുരുട്ടി അടിച്ച് താഴെയിടും. താഴെ വീണ വിടലിനെ അവനാണെങ്കിൽ വിടാതെ തല്ലി തല്ലി അങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവളാണെങ്കിൽ ചോര തുളുമ്പി ഒന്നും കഴിയാതെ നിസ്സഹായായി വീട് കിടക്കും. ചുറ്റുമുള്ളവർക്ക് ആ ഒരു കാഴ്ച അത് കണ്ടു നിൽക്കാനായിട്ട് കഴിയില്ല. മഞ്ഞമുടി പെണ്ണാണെങ്കിൽ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് അവൾ ആരെങ്കിലും രക്ഷിക്ക്. അവളുടെ സുന്ദരമായ മുഖം അവൻ ഇടിച്ച് തകർക്കുകയാണ്. ഇവിടെ ജിമ്മനാണെങ്കിൽ കൺട്രോൾ പോവും. ഓനോ, ഇതെങ്ങനെ സംഭവിച്ചു? കണ്ടതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ ആള് സെയ്റ്റാനും അദ്ദേഹത്തിന്റെ മകൾ വിടലുവാണ്. അവൾക്ക് ഇങ്ങനെ ഒരു ഗതി വരുമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പുണ്ട്, അവൾ തോറ്റു കൊടുക്കില്ല. ഇവിടെ ആ ജയന്റ് മാൻ അവന്റെ സർവ്വശക്തി എടുത്ത് കൈ ചുരുട്ടി അവൾ ആഞ്ഞടിക്കാൻ ശ്രമിക്കും. അവൾ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അങ്ങനെ വെട്ടി തിരിഞ്ഞു വന്ന് അവനെ വീണ്ടും ഇടിക്കാൻ ശ്രമിക്കുകയാണ്. അവളുടെ കൈയും കാലും ഓരോന്നായി ക്യാച്ച് ചെയ്ത് അവനങ്ങനെ കറക്കി കറക്കി വലിച്ചെറിയാണ്. അവൾ റിങ്ങിന്റെ പുറത്തു പോകുന്ന അതേ നിമിഷം ആള് അവളെ ക്യാച്ച് ചെയ്യും. അവളാണെങ്കിൽ താഴെ വീണിട്ടില്ല. അവനാണെങ്കിൽ അവളെ പൊക്കിയെടുത്ത് റിങ്ങിലേക്ക് തന്നെ എറിയും. മറ്റുള്ളവർക്കാണെങ്കിൽ അവൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണേന്ന് മനസ്സിലാവില്ല. ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, പുറത്തേക്ക് പോകാൻ തുടങ്ങിയ വിടലിനെ അവൻ തന്നെ പിടിച്ചകത്തേക്ക് ഇട്ടിരിക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. അവൻ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അവൾ വെറും ഒരു പാവയാണെന്നോ? ഇവിടെ ആങ്കർ ആണെങ്കിൽ വിളിച്ചു പറയും, കൗണ്ട് ഡൗൺ അത് സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി. ഇവിടെ ഗോഹാനാണെങ്കിൽ ആസു അങ്ങനെ മുറുക്കി പിടിച്ച് കാത്തു നിൽക്കും. അതെ, ഇതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. എത്രയും വേഗം കൗണ്ട് ഡൗൺ അത് സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെയെങ്കിലും അവളെ ഈ ഒരു മത്സരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. അതല്ല എങ്കിൽ അച്ഛൻ ഗോകു പറഞ്ഞതുപോലെ വലിയ അപകടം സംഭവിക്കും. ഇവിടെ ചുറ്റുമുള്ളവരെല്ലാവരും ഇപ്പൊ ചുന്ദരിപ്പെണ്ണ് വിടലിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ്. അടുത്ത നിമിഷം ഒട്ടും പറ്റായിട്ട് പോലും അവൾ വീണ്ടും എഴുന്നേറ്റ് വരും. അവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഓ നോ, വിടൽ നീ എഴുന്നേക്കാനായിട്ട് പാടില്ല, ദയവ് ചെയ്ത് നീ ക്വിറ്റ് ചെയ്യ്. വിടൽ നീ ഇത് ചെയ്യരുത്, നിന്നെ കൊണ്ട് ജയിക്കാൻ കഴിയില്ല എന്ന് ഗോഹാൻ പറയുന്ന അതേ നിമിഷം വിടലാണെങ്കിൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞെത്തും. ഉടനെ ആ ജയന്റ് ഇപ്പൊ വിടലിനെ മുകളിലേക്ക് ചവിട്ടി തെറിപ്പിച്ച് അങ്ങനെ പിടിച്ചു വലിച്ച് താഴേക്കിടും. പിന്നീട് അവന്റെ മുട്ടിൽ വെച്ച് അവളുടെ മുഖത്തങ്ങനെ ആഞ്ഞാഞ്ഞ് പഞ്ച് ചെയ്യുകയാണ്. തന്നെ ആ സ്പൈക്കിനും പിങ്ക് മാനും അവർ രണ്ടുപേരും അവിടേക്ക് കടന്നു വരികയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരുപാട് വിഷമത്തില് വിടലിന്റെ അവസ്ഥ നോക്കും. കട്ട് ചെയ്ത ഇവിടെ ഒരു സ്റ്റാഫ് ആണെങ്കിൽ സെയ്റ്റാൻ അടുത്തേക്ക് ഓടി വരികയാണ്. സെയ്റ്റാൻ ആണെങ്കിൽ വമ്പം പോസ് ഒക്കെ കൊടുത്ത് ഫൈറ്റിന് തയ്യാറാവും. ഏതോ ഒരു ഓള പെണ്ണുമായിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്. സോ നല്ല ആക്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എല്ലാവരുടെയും മുമ്പിൽ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റൂ. സ്റ്റാഫ് ആണെങ്കിൽ ഇപ്പൊ സെയ്റ്റാനോട് പറയും, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്, നിങ്ങളുടെ മകൾ ഇഞ്ചിഞ്ചായിട്ട് ഇടി വാങ്ങി തോറ്റുകൊണ്ടിരിക്കുകയാണ്. അതിന് സെയ്റ്റാൻ ആണെങ്കിൽ തീർത്തു പറയും, നിന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്, നേരെ തിരിച്ചായിരിക്കും, എന്റെ മകളായിരിക്കും അവനെ ഇടിക്കുന്നുണ്ടാവുക. എന്തായാലും ഫൈറ്റിന് അവസാനം എന്റെ മകൾ തന്നെ ജയിക്കും. ആ കാര്യം അറിയിക്കാൻ ഇനി നീ ഇവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ആളെ പറഞ്ഞയക്കും. മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഒരു പോലീസ് ഓഫീസർ ബാക്കിയുള്ള ഓഫീസേഴ്സിനോട് പറയും, വിടൽ അവളിപ്പോ ഒന്നായി തോറ്റുകൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ സപ്പോർട്ട് അതിപ്പോ അത്യാവശ്യമാണ്. നമ്മൾ മത്സരത്തിന്റെ തുടക്കത്തിൽ ചെയർ ചെയ്തതുപോലെ ഒന്നുകൂടെ ചെയർ ചെയ്ത ഒരുപക്ഷെ അവൾക്ക് നഷ്ടപ്പെട്ടു പോയ കോൺഫിഡൻസും എനർജിയും ഒക്കെ തിരികെ കിട്ടിയേക്കാം. തന്നെ അവരെല്ലാവരും ചെയർ ചെയ്യാൻ അകത്തേക്ക് പോവാണ്. ഇവിടെ അവൾ ഇടിക്കുന്നത് കണ്ട് അവളുടെ ഫ്രണ്ട്സിനാണെങ്കിൽ ആ കാഴ്ച നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല. അവനാണെങ്കിൽ യാതൊരു കരുണയും കാണിക്കാതെ അവളെ ആഞ്ഞാഞ്ഞെട്ടിച്ച് ആ ഒരു കോർട്ടിന്റെ അരികിലേക്ക് തെറിപ്പിച്ചു കളയും. ഗോഹാനാണെങ്കിൽ വിളിച്ചു പറയും, പ്ലീസ് വിടൽ ഇനിയെങ്കിലും ഇത് നീ ഒന്ന് സ്റ്റോപ്പ് ചെയ്യ്, വിടൽ ഇനിയെങ്കിലും നീ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യ്, നിന്നെ കൊണ്ട് ജയിക്കാൻ കഴിയില്ല. അത് കേട്ട് ഇപ്പൊ ആങ്കറും ഇപ്പൊ വിടലിനോട് പറയും, ഞാൻ പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സിറ്റുവേഷൻ ഇപ്പോൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇത് പിന്മാറുന്നതല്ലേ നല്ലത്. അതിനവൾ പറയുമില്ല, തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറില്ലാന്ന് പറഞ്ഞ് അവൾ വീണ്ടും വയ്യാതെ എഴുന്നേറ്റ് നിൽക്കും. ആ ഒരു വലിയ ജയന്റ് മാനാണെങ്കിൽ അവൾ വീണ്ടും എഴുന്നേറ്റ് വരുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് അവന്റെ കാല് വെച്ച് അവളുടെ മുഖത്ത് ആഞ്ഞെട്ടിക്കുകയാണ്. അവളുടെ മുഖം തകർന്നു പോവും. അത് കണ്ട് ഗോഹാന്റെ കൺട്രോൾ പോയി അവനങ്ങനെ പല്ല് കടിച്ച് ശ്വാസം വലിച്ചു വിട്ട് ദേഷ്യപ്പെട്ടു നിൽക്കും. ഗോകു ആണെങ്കിൽ ഇപ്പൊ ഗോഹാനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. നീ സമാധാനിക്ക്, അവൾക്ക് കുഴപ്പമൊന്നും വരില്ല. ഇവിടെ ജയന്റ് ആണെങ്കിൽ അവളെ താഴേക്കിട്ട് അവന്റെ ആ വലിയ കാല് അത് അവളുടെ മുഖത്ത് വെച്ച് അവളുടെ ഫേസ് ചവിട്ടി അരയ്ക്കാനായിട്ട്
ഒരുങ്ങാണ്. പോലീസുകാരാണെങ്കിൽ വിളിച്ചു പറയും, നീ ചെയ്യുന്നത് വലിയ തെറ്റാണ്, മര്യാദയ്ക്ക് അവളെ വിടാൻ തയ്യാറായിട്ടില്ല എങ്കിൽ നിന്നെ ഈ മത്സരത്തിന് ശേഷം അറസ്റ്റ് ചെയ്യും. ചുറ്റുമുള്ളവരെല്ലാവരും അവളെ വിടാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആങ്കർ ആണെങ്കിൽ ഭയം കൊണ്ട് കണ്ണുപൊത്തും. ചീച്ചിയാണെങ്കിൽ വിളിച്ചു പറയും, ആരെങ്കിലും പെൺകുട്ടിയെ സഹായിക്ക്, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഗോഹാൻ അവനെ വെറുതെ വിടില്ല. അവനാണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ കാലുപയോഗിച്ച് അവളുടെ മുഖത്ത് ചവിട്ടി അരക്കുകയാണ്. ഇവിടെ ഗോഹാന്റെ കൺട്രോൾ പോയി അവൻ സൂപ്പർ സയൻ മോഡിലേക്ക് മാറി. അവന്റെ ദേഹത്തുണ്ടായിരുന്ന ആ വസ്ത്രങ്ങളെല്ലാം ആനെ പറന്നു പോവാണ്. ഗോക്കു ആണെങ്കിൽ ഒരുപാട് ശ്രമിക്കും ഗോഹാനെ സമാധാനപ്പെടുത്താനായിട്ട്. പക്ഷെ ഗോഹാന്റെ കൺട്രോൾ പോയി കഴിഞ്ഞു. നീ ചെയ്തതിന് ഞാൻ നിന്നെ വെറുതെ വിടില്ല, നീ എന്റെ ക്ഷമയെ പരീക്ഷിച്ചു, ഇത്രയും വലിയ ക്രൂരത കാണിക്കേണ്ട യാതൊരു ആവശ്യവും നിനക്കില്ല എന്ന് പറയും. അതേസമയം ആ സ്പൈക്കനും ഇങ്ക്മാനും അവരാണെങ്കിൽ പരസ്പരം ഫേസ് ടു ഫേസ് നോക്കി ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഗോഹാനാണെങ്കിൽ പൂർണ്ണമായിട്ട് അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട് എനിക്ക് പോകാൻ തയ്യാറാവും. ഒട്ടപ്പനാണെങ്കിൽ അവനെ തടയാൻ ശ്രമിക്കും, പക്ഷെ അത് അവൻ കേൾക്കില്ല. അടുത്ത നിമിഷം ഇപ്പൊ ആ ജയന്റിന്റെ കൂടെ ഉണ്ടായിരുന്നവൻ അവൻ അവിടേക്ക് വന്ന് ഇപ്പൊ ആ ജയന്റിനോട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയും. ഒരു കാരണവശാലും നീ ഇപ്പൊ ഇതല്ല ചെയ്യേണ്ടത്, നമ്മൾ ഇവിടേക്ക് എന്തിനു വന്നു എന്നുള്ള കാര്യം നീ മറക്കാൻ പാടില്ല, ആദ്യം ഈ മാച്ച് ജയിക്ക്. അത് കേട്ട് അവനാണെങ്കിൽ അവളെ സിമ്പിളായിട്ട് തട്ടി താഴേക്കിട്ട് ആ മാച്ച് ജയിക്കുകയാണ്. ഗോഹാനാണെങ്കിൽ സഡൻ ബ്രേക്ക് ഇട്ട് അവിടെ നിൽക്കും. നടക്കുന്ന എന്താണെന്ന് മനസ്സിലാവാതെ അവൻ കൺഫ്യൂസ്ഡ് ആവും. ആണെങ്കിൽ ഒരുപാട് വിഷമത്തില് ഇപ്പോ ആ ജയന്റ് മാൻ അവൻ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും. ഇവിടെ നമ്മുടെ ഗോഹാൻ അവനാണെങ്കിൽ ഓടി വന്ന് അവൾ അങ്ങനെ കോരി എടുക്കുകയാണ്. അവരാണെങ്കിൽ ഗോഹാനോട് ചോദിക്കും, ഞാൻ വേണമെങ്കിൽ സ്ക്രച്ചസ് അതെടുത്തോണ്ട് വരട്ടെ. അതിന് ഗോഹാൻ പറയും, കുഴപ്പമൊന്നുമില്ല, ഇവളെ ഞാൻ കൊണ്ടുപോയിക്കോളാം. അവനാണെങ്കിൽ അവളെ തൂക്കിയെടുത്ത് ഇപ്പൊ ജയനോട് പറയും, ജയിച്ചു എന്ന് കരുതണ്ട, ഉറപ്പായാലും ഞാൻ നിന്നെ തകർക്കും, നിന്നെ ഫൈറ്റ് ചെയ്ത് ഞാൻ തോൽപ്പിക്കുന്നു പറഞ്ഞ് അവളുമായിട്ട് ഇപ്പൊ തിരികെ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തും. ഗോക്കു ആണെങ്കിൽ മൊട്ടപ്പനോട് ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ ആരുടെങ്കിലും കയ്യിൽ ആ സെൻസിബീൻ സീഡ് അതുണ്ടോ? അതിന് മൊട്ടപ്പൻ പറയും, ഈ പോരാട്ടത്തിന് അത് ആവശ്യം ഉണ്ടാവില്ല എന്ന് കരുതി ഞാൻ കൊണ്ടുവന്നില്ല. ഉടനെ ഗോക്കു ആണെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, എത്രയും വേഗം അതുമായിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. മൊട്ടപ്പനാണെങ്കിൽ ആ കാര്യം ഇപ്പൊ ഗോഹാനോട് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, അവളെ വേഗം തന്നെ തിരികെ പിടിക്കാം. ഗോക്കു സെൻസുബീനുമായിട്ട് വേഗം തന്നെ മടങ്ങിയെത്തും. ഇതാ ഇവിടെ സെയ്റ്റാൻ ആണെങ്കിൽ ആളുടെ മകൾക്ക് പറ്റി ട്രാജഡി അറിഞ്ഞ് ഷോക്ക് ആവുകയാണ്. ഒരു കാരണവശാലും ഇത് ഞാൻ അനുവദിക്കില്ല, എന്റെ മകളാണ് ലേഡീസിൽ വെച്ച് ഏറ്റവും പവർഫുൾ, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? അവളോട് ഞാൻ നന്നായിട്ട് ട്രെയിനിങ്ങും പ്രാക്ടീസും ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞതാണ്, എന്നിട്ടും ഇതെന്താ ഇങ്ങനെ ഉണ്ടായെന്നൊക്കെ ചോദിച്ച് ആളാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ്. ഉടനെ ഡോക്ടറിനോട് അദ്ദേഹം കാര്യം അന്വേഷിക്കും. ഡോക്ടർ പറയും, ഇവളുമായിട്ട് പോരാടിയ ആള് ശരിക്കും ഇവളെ ദ്രോഹിച്ചു, ഈ പയ്യനാണ് അവളെ രക്ഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത്. ഉടനെ ഗോഹാനോട് ഇപ്പൊ അദ്ദേഹം നന്ദി പറയും, ശരിക്കും നല്ലൊരു കാര്യമാണ് ചെയ്തത്, എന്റെ ഒരു ഓട്ടോഗ്രാഫ് അത് തീർച്ചയായിട്ടും നിന്നെ തേടി നിന്റെ അടുത്തേക്ക് വരും, നീ ടെൻഷൻ ആവണ്ട. ഉടനെ സുന്ദരിപ്പെണ്ണ് വിടലാണെങ്കിൽ ഇപ്പോ ഗോഹാനോട് പറയും, ഒരു കാരണവശാലും അവനെ വെറുതെ വിടരുത്, എനിക്ക് വേണ്ടി നീ അവനെ തോൽപ്പിക്കണം. അതിന് ഗോഹാൻ ഓക്കെ പറഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ്. ഇതാണെങ്കിൽ കൺട്രോൾ പോവും. സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്താ കണക്ഷൻ? അവൻ നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് ഒരു കാരണവശാലും പറയരുത്, അവനെ കാണാൻ യാതൊരു ഭംഗിയുമില്ല, ഒരു എല്ലും തോലും മാത്രമാണ് അവൻ, നിനക്ക് നല്ലൊരു പോരാളിയെ ഞാൻ കണ്ടെത്തും. ഗോഹാൻ ആണെങ്കിൽ മൊട്ടപ്പനോട് ചോദിക്കും, അച്ഛൻ ഇതുവരെ എത്തിയില്ലേ? അതിനവൻ പറയും, ഇൻസ്റ്റന്റ് ട്രാൻസ്മിഷൻ ഉപയോഗിച്ച് നിന്റെ അച്ഛൻ ഗോക്കു അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞു, എന്തെങ്കിലും തടസ്സം എവിടെയെങ്കിലും ഏറ്റിട്ടുണ്ടാവും എന്ന് പറയും. അതേസമയം സെയ്റ്റാൻ ആണെങ്കിൽ ഇപ്പൊ മത്സരിക്കാനായി ഗ്രൗണ്ടിലേക്ക് കടന്നു വരികയാണ്. അടുത്ത നിമിഷം വലിയൊരാളുമായിട്ട് സെയ്റ്റാൻ പൊരഞ്ഞു പോരാട്ടം. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സെയ്റ്റൻ ആണെങ്കിൽ വീണ്ടും അവളുടെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ ഗോഹാന്റെ പേര് വിളിച്ച് കരയുന്നത് കേട്ട് ഇപ്പൊ സെയ്റ്റാൻ ദേഷ്യപ്പെടും. അതേസമയം പുറത്ത് എല്ലാം തന്നെ ഡോർ നോക്കിയാണ്. മിസ്റ്റർ സെയ്റ്റാൻ, വാതിൽ തുറക്ക്, ഞങ്ങൾക്ക് വിടലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. സെയ്റ്റാൻ ആണെങ്കിൽ ഫുൾ കലിപ്പിൽ ഡോർ തുറന്ന് പുറത്തേക്ക് വരും. മീഡിയാസ് ആണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. അതിന് സെയ്റ്റാൻ ദേഷ്യപ്പെട്ട് പറയും, എന്റെ മകളോട് ഇങ്ങനെ ചെയ്തവനെ ഞാൻ ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. അതേസമയം അടുത്ത മത്സരം അത് ഗോഹാന്റേതാണ്. ഇവിടെ ബുൽമയും ചീച്ചിയും അവർ രണ്ടുപേരും ഇപ്പൊ അവന്റെ മത്സരത്തെ കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കും. ഇവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പോ ആ ഒരു സ്പൈക്കിനെയും ജയന്റ് മാനെയും അവന്റെ ടീമിനെ ഒക്കെ കാണിക്കും. അവന്റെ കൂടെയുള്ള ആളാണെങ്കിൽ ഒരു പ്രത്യേകതരം ഡിവൈസ് അത് കയ്യിലെടുത്ത് പിടിക്കും. ഇത് കംപ്ലീറ്റ് ആയ എത്രയും പെട്ടെന്ന് അടുത്ത മൂവ്മെന്റിലേക്ക് കടക്കാന്ന് പറയും. അതേസമയം ഇവിടെ ക്യാറ്റിന്റെ കയ്യിൽ നിന്ന് ഗോക്കു ആണെങ്കിൽ പുതിയ സെൻസുബീൻ അത് കളക്ട് ചെയ്യും. ക്യാറ്റ് ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, എന്തോ ഒന്ന് ബാഡായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. ഇത് കേട്ട് ഗോക്കു ആണെങ്കിൽ ഓക്കെ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.